വാളയാർ ഇന്ന് പ്രതീക്ഷകളുടെയും ഭാഗ്യാന്വേഷികളുടെയും വേറിട്ട ലോകമാണ്. ഒരുപാട് പേരെ കോടീശ്വരന്മാരും ലക്ഷാധിപതികളുമാക്കി മാറ്റാൻ ടിക്കറ്റ് നൽകുന്ന വാളയാറിലേക്ക് ഈ ആളുകൾ വരാതിരിക്കുന്നത് എങ്ങനെയാണ്? കാണാം ഒരു വാളയാർ ബമ്പർ കഥ. വാളയാർ ഇന്നിത് വേറൊരു ലോകമാണ്. ഭാഗ്യാന്വേഷികളുടെ ബമ്പർ പ്രതീക്ഷകളുടെ വേറിട്ട ലോകം. തമിഴ്നാട് അതിർത്തി അവസാനിക്കുന്നിടത്ത് വാളയാറിലെ ഡാം റോഡിൽ 1ഉം 2ഉമല്ല ലോട്ടറി കടകൾ, 100ലേറെ കടകളും അതിലേറെ വഴിയോര ഭാഗ്യ വിൽപ്പനക്കാരും സ്വപ്നങ്ങൾക്ക് ടിക്കറ്റ് നൽകാൻ ഇവിടെയുണ്ട്. നല്ല തമിഴ്നാട്ടുകാർ വരുന്നുണ്ട്, നല്ല കച്ചവടമാകുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പ്രൈസ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് കൂടെ കൂടുതൽ ആൾക്കാർ വരും. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയേറെ ലോട്ടറി കടകൾ ഒരു പ്രദേശത്ത് വാളയാറിൽ മാത്രമാവും ഉള്ളത്. ഇവിടെ ഒരു 10-100 കടകളുണ്ട്. അപ്പോൾ കൂടുതൽ സെയിൽ ഉള്ള കാരണം ടിക്കറ്റ് നമുക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. വിന്നിങ് വരുന്നതുകൊണ്ട് ആൾക്കാർ ഇവിടെ തന്നെ വന്ന് എടുക്കണം. വാളയാർ തന്നെ കൂടുതൽ വിന്നിങ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് കൂടുതൽ പോയില്ല, വാളയാർ വന്ന് എടുക്കുക. എല്ലാ ലോട്ടറി വിൽപ്പനശാലകൾക്കും നല്ല വിൽപ്പനയുടെ വരുമാനത്തിൻ്റെ കഥകളാണ് പറയാനുള്ളത്. ഇവിടെ ലോട്ടറി എടുക്കാൻ വരുന്നവരിലേറെയും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവിടെ ലോട്ടറി നിരോധനമുള്ളതുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കാൻ അതിർത്തി കടന്ന് വാളയാറിലെത്തുന്നു. ഇതാണ് ടിക്കറ്റ് എടുക്കാൻ വന്നവരുടെ വാഹനങ്ങളുടെ നീണ്ട നിര. അപ്പോൾ അറിയാമല്ലോ ഇവിടുത്തെ കച്ചവടത്തിൻ്റെ തിരക്ക്. ഈ വരുന്നവർ ടിക്കറ്റ് എടുക്കുന്ന രീതിയും മലയാളിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിർത്തി കടന്നൊക്കെ വരുമ്പോൾ 1ഉം 2ഉം ടിക്കറ്റ് എടുത്ത് പോകാൻ കഴിയില്ലല്ലോ. 600ഉം 700ഉം രൂപ വരുന്ന സെറ്റ് ലോട്ടറി ടിക്കറ്റുകൾക്കും വലിയ ഡിമാൻഡാണ്. അടിച്ചാൽ ലാഭവും കൂടും. ഇവിടെ കൂടുതലും ആൾക്കാർ സെറ്റാണ് എടുക്കണത്. പിന്നെ സിംഗിൾ ടിക്കറ്റ് പറയുമ്പോൾ കമ്മിയാണ്, പക്ഷെ കൂടുതലും സെറ്റാണ് പോകണം. സെറ്റ് പോകും. 2-3 സെറ്റ് 4 സെറ്റ് എടുക്കും. സെറ്റിൻ്റെ ഒരു 5000 അടിച്ചാൽ 60,000. ഇനി ലോട്ടറി വ്യാപാരികളുമായി പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി ടിക്കറ്റ് നൽകുകയും സമ്മാനം അടിച്ചാൽ കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്ന സത്യസന്ധതയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഞായറാഴ്ചയൊക്കെ ഒരു ദിവസം ഒഴിവുള്ള ദിവസം വരും. വന്നിട്ട് അവർ പേരിട്ടിട്ട് എഴുതി വെച്ച് പൈസ തന്നിട്ട് പോകും. പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ അവർ വരും. ടിക്കറ്റ് ഇവിടെ ഉണ്ടാകും, അവർ കൊണ്ടുപോകില്ലല്ലോ. ടിക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, അവർ എന്തായാലും ഒരു വിശ്വാസത്തിന്റെ പേരിലല്ലേ നമ്മൾ, ഇല്ലെങ്കിൽ കച്ചവടം നടത്താൻ പറ്റില്ല. ചുരുക്കത്തിൽ വാളയാർ പഴയ ചെക്ക് പോസ്റ്റിൻ്റെയും സർക്കാർ ഉദ്യോഗസ്ഥ മാമൂലികളുടെയും നാടല്ല, വേറെ ലെവലാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.